വാർഡ് വിഭജനത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തി. വാർഡ് വിഭജനത്തിനെതിരെ LDF അവതരിപ്പിച്ച പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വാസഗൃഹങ്ങളുടെ എണ്ണം കണക്കാക്കിയുള്ള വാർഡ് വിഭജനത്തിനെതിരെ CPM-ലെ ബിബിത മോഹനാണ് പ്രമേയം അവതരിപ്പിച്ചത്. നഗരകേന്ദ്രത്തിലെ വാർഡുകളിൽ 500-നടുത്തു മാത്രം വോട്ടർമാരും മറ്റു മേഖലകളിൽ 2000-ഓളം വോട്ടർമാരുമുള്ള സ്ഥിതിയാണെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. LDF കൗൺസിലർമാർ പ്രമേയത്തെ അനുകൂലിച്ചതോടെ UDF-ഉം BJP-യും എതിർത്തു. ഇത്തരം പ്രമേയം അവതരിപ്പിക്കാൻ കൗൺസിലിന് അധികാരമില്ലെന്നായിരുന്നു BJP-യിലെ ശോഭാ ഹരിനാരായണന്റെ നിലപാട്. പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന് കോൺഗ്രസിലെ KP ഉദയനും ചൂണ്ടിക്കാട്ടി. ഇത് സെക്രട്ടറിയും ശരിവച്ചതോടെ ഭരണപക്ഷം വെട്ടിലായി. വോട്ടിനിട്ടാണ് പ്രമേയം അംഗീകരിച്ചത്. തുടർന്നു സംസാരിച്ച സെക്രട്ടറി H. അഭിലാഷ് കുമാർ നഗരസഭയുടെ പരിധിയിൽ വരാത്ത കാര്യത്തിൽ പ്രമേയം പാസാക്കാൻ കൗൺസിലിന് അധികാരമില്ലെന്ന് അറിയിച്ചു. ആഹ്ലാദാരവങ്ങളോടെയാണ് സെക്രട്ടറിയുടെ വിശദീകരണത്തെ പ്രതിപക്ഷം വരവേറ്റത്. കൗൺസിലിന്റെ വികാരം ഉൾക്കൊള്ളുന്ന പ്രമേയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് ചെയർമാൻ M. കൃഷ്ണദാസ് പറഞ്ഞു. തന്റെ മൈക്ക് ഓഫ് ചെയ്തതിനെതിരെ KP ഉദയൻ നടുത്തളത്തിലിറങ്ങിയപ്പോൾ CPM-ലെ ദിനിൽ എത്തിയതോടെ വാക്കുതർക്കമായി. ഇരുപക്ഷക്കാരും നടുത്തളത്തിലെത്തി ഉന്തും തള്ളുമായി. ഏറെ പണിപ്പെട്ടാണ് രംഗം ശാന്തമാക്കിയത്. 1.5 മണിക്കൂർ നീണ്ട ബഹളത്തിനൊടുവിലാണ് അജണ്ടകൾ വായിക്കാൻ ആരംഭിച്ചത്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ.